പിണറായി വിജയൻ സർക്കാരിന്റെ അന്ത്യം കണ്ടേ സമരത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറുള്ളൂ എന്ന് കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർമിയാസ് കൊല്ലത്ത് വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പരിപാടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കെപിസിസി ആഹ്വാനപ്രകാരം കേരളത്തിലെ 284 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് പാലത്തറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി അൻസാർ അസീസ്, വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ, ന്യൂനപക്ഷ സെൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവറുദ്ദീൻ ചാണിക്കൽ, M സുജയ്, കൃഷ്ണകുമാർ, നാസിമുദ്ദീൻ, കുമാരി രാജേന്ദ്രൻ, T ലൈലാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. SFIയും DYFIയും വെല്ലുവിളിച്ച കേരളത്തിന്റെ ഗവർണർ മിഠായി തെരുവിലൂടെ ഇറങ്ങി നടന്ന് ആ കടകളിലെല്ലാം കയറി മധുരം നുണഞ്ഞും അലുവ വാങ്ങി കഴിച്ചും അലുവ കട്ട് ചെയ്തും ആ മിഠായി തെരുവിലെ ജനങ്ങളുടെ ആർപ്പുവിളികൾക്ക് ഇടയിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ അവിടെ ഒരു CPM-കാരനെയും നമ്മൾ കണ്ടില്ല. അവിടെ CITUവിന്റെ ചുമട്ടു തൊഴിലാളികളടക്കം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കടന്നു പോകാനുള്ള വീതി ഒരുക്കി കൊടുത്ത അദ്ദേഹത്തിന് ആർപ്പുവിളികളോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് CPM-ന്റെ ഇരട്ടത്താപ്പ്. കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ പേടിത്തൊണ്ടനാണെന്നും അദ്ദേഹം അവിടെ തെരുവിലിറങ്ങില്ല എന്നുമാണ് ഇവർ തെറ്റിദ്ധരിച്ചത്. പക്ഷെ അദ്ദേഹം തെരുവിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പരവതാനി വിരിക്കുവാൻ CPM-ന്റെയും CITUവിന്റെയും പ്രവർത്തകന്മാർ അടക്കം മിഠായി തെരുവിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി BJPയെ വളർത്താൻ CPM പരിശ്രമിക്കുന്നു എന്നതിന് മകുടോദാഹരണമാണ് മിഠായി തെരുവിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ബ്യൂറോ, പള്ളിമുക്ക്.